വന്നപ്പം തന്നെ ബബ്ബ. ഇയാള് ബാധ ഒഴിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ബാധ എങ്ങനെ പുറത്തു ചാടി? ഇവിടെ 2 നൂറ്റാണ്ടിലേക്ക് ആണിയടിച്ച് തളച്ചതാണ് ഞാൻ. പിന്നെ ആരാണ് ആ ആണി ഊരിയത്? മേപ്പാടൻ, ഞങ്ങളുടെ ഭാഗത്തും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായി. ആ ആണി ചെറുതായിട്ടൊന്ന് ഊരി ഇവൻ. അതിന് പരിഹാരം ഞാൻ ഉണ്ടാക്കാം. ഇന്നത്തെ കിഴക്ക് എവിടെയാ? ഇത് കിഴക്ക് ഇവിടെ. നീ ഇവിടെയാണോ കിഴക്ക്? എല്ലാവരും മൊബൈൽ ഫോൺ എടുക്കുക. ഈ മേപ്പാടൻ ആള് ഭയങ്കര അപ്ഡേഷൻ ഉള്ള ആളാട്ടോ. നീ ഓൺലൈനിൽ ബാധ ഒഴിപ്പിക്കുന്ന കണ്ടിട്ടില്ലോ? ദാ കണ്ടോ. ഇനി എന്റെ ബാധ വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി 7 പേര് കൂടി ആയിക്കഴിഞ്ഞാൽ മൊത്തം 8 പേരാകും. ആ വഴിയും കുറച്ച് വരുമാനമാകുമല്ലോ. ഇയാള് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ വന്നാണോ ബാധ ഒഴിപ്പിക്കാൻ വന്നാണോ? ഇയാളെ എത്ര ആലോചിച്ചിട്ട് അങ്ങോട്ട് കിട്ടണില്ല. തിരുമേനി മറന്നു. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഹൈ അമ്പട കേമ മഹിക്കുട്ട. ഇവനിവിടെ ഉള്ളപ്പോഴാണോ എന്നെ വിളിച്ചത്? ആള് വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലി ഇവനെ കണ്ട വെട്ടാൻ നടക്കുക. അയാളുടെ 3 പെൺമക്കളെ വളയ്ക്കാൻ നോക്കിയവനാ. തനി കോഴി. താൻ ബാധ ഒഴിപ്പിക്കണോ? ഈ ചാർത്തിലെ സാധനങ്ങൾ വേഗം വാങ്ങുക. നിലവിളിക്കാൻ എഴുതിയേക്കുന്നു. നിലവിളിയല്ല, നിലവിളക്ക്. മാംസം, ഭസ്മം. അടുത്ത താൻ വായിക്കണ്ട, ഞാൻ കിണ്ടിന്നാ എഴുതിയേക്കുന്നേ. ബാക്കി താൻ വായിക്കേ. പുഷ്പങ്ങൾ, ഇല, ആപ്പിൾ, മുന്തിരി, കശുമാങ്ങ, ശർക്കര, ബാറ്ററി, ട്യൂബ്, കുക്കർ, അമോണിയ, പഴുതാര. ഇതൊക്കെ എന്തിനാ? ബാധ ഒഴിപ്പിച്ച ശേഷം വാറ്റിയടിക്കുന്ന ഒരു ശീലമുണ്ട്. ഏതായാലും തീ കത്തിച്ചതല്ലേ. ഇയാള് ബാധ ഒഴിപ്പിക്കാൻ വന്നാണോ അതോ വാറ്റടിക്കാൻ വന്നാണോ? കണ്ടില്ലേ, അവൾ ഉഗ്രരൂപിണിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ ആർക്കാ വിശാഖം നക്ഷത്രമുള്ളത്? ഞാൻ വിശാഖമാണ്. അപ്പം ഞാൻ സേഫ് ആണല്ലേ? വിശാഖം നക്ഷത്രക്കാരെ അവള് കഴുത്തറുത്ത് ചോര കുടിക്കും. അയ്യോ ഭാഗ്യം, എന്റെ നാള് മൂലം. ആദ്യമായിട്ടാ എന്റെ മൂലം കൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടാവുന്നത്. ഇനി മൂലം വെച്ചെന്തേലും പറയാോ? ഇവിടെ വാ കൊണ്ട് പറഞ്ഞിട്ട് കയറുന്നില്ല. പിന്നെ എന്തിനു വന്നു? കൊല്ലത്തേക്കോ? കൊല്ലത്തേക്കാണെങ്കിൽ ഇവൻ കൊണ്ടുവിടും. എല്ലാ ബാധകളും കൊല്ലത്തേക്കാണല്ലോ വരുന്നത്. അതിന് നിന്നെ ഞാൻ സഹായിക്കാം. തെണ്ടിത്തരം കാണിക്കരുത്. താൻ ബാധയുടെ കൂടാണോ അതോ ഞങ്ങളുടെ കൂടാണോ? ഓ, ആക്ടിങ് ആക്ടിങ്. അവൾ അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് ഒരു പരിഹാരം കാണും തിരുമേനി. ഏത് കൊടിയ ബാധ ഒഴിപ്പിക്കാനുള്ള ഒരു വെറൈറ്റി ഐറ്റം എന്റെ കയ്യിലുണ്ട്. ഈ മഹാദേവനെ പ്രത്യേകം തയ്യാറാക്കി ഒരു പീഠത്തിൽ കിടത്തുന്നു. ഉഗ്രരൂപിണിയായ ബാധ മഹാദേവനെ വെട്ടാൻ വരുമ്പോൾ പീഠം തിരിക്കുന്നു, മഹാദേവൻ അടിയിൽ പോകുന്നു. പകരം ഉയർന്നു വരുന്ന ഡമ്മിക്ക് വെട്ടുകൊള്ളുന്നു. പാവൻ ഡമ്മി മരിക്കുന്നു. ഇനി മഹാദേവനെ വേഗം പീഠത്തിൽ കൊണ്ടുപോയി കിടത്തു. മഹാദേവനെ പീഠത്തിൽ കിടത്തുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. പക്ഷെ കൃത്യസമയത്ത് ആര് പീഠം തിരിക്കും? വാട്ട് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. മഹാദേവനെ വെട്ടാൻ ബാധ വരുമ്പോൾ പീഠം തിരിക്കുന്നതിനായി ഇതിനടിയിലുള്ള ബി നിലവറയിൽ എന്റെ 2 ശിഷ്യന്മാരെ ഞാൻ നിർത്തിയിട്ടുണ്ട്. ഈ കൃത്യസമയം അവരെങ്ങനെ അറിയും? ബാധ വെട്ടാൻ വരുന്ന കൃത്യസമയം ഞാൻ അവരെ ഫോണിൽ വിളിച്ചു പറയും. മഹാദേവനെ ഇനി പീഠത്തിൽ കിടത്താം. അതെ, എനിക്കൊരു സംശയമുണ്ട്. ഞാൻ വിശാഖമാണോ പൂരാടമാണെന്നാ തോന്നുന്നത്. പൂരാടമാണെങ്കിൽ അത്യുത്തമം.